Hi, this is Rishin. In the we discuss common emitter amplifier. RC coupled common emitter amplifier adinte circuit adinte working aanu nammal discuss Okay. So common emitter amplifier ennu paranju kayinjal namakku name il thanne undu common emitter, which means the emitter terminal is common for both input side and output side. Okay, so in common emitter amplifier, the emitter will be common for both the input side and output side. Okay, now common emitter amplifier input side and output side undu. Okay, appo transistor le namukku input side undu output side undu enna artham. Emitter terminal common terminal aanu. Anganeyanengil nammada base terminal ayirikkum nammude input side le varuna terminal. Okay, so you can see that here the base is the input side terminal and the collector is the output side terminal. Okay, ini namakku transistor ennu parayunna oru active device aanu. Namakku transistor ne namakku circuit il use cheyanam ennundengil we have to bias the junctions of the transistor. Transistor inde junctions namakku enganeyano namakku transistor work cheyendathu aa reethiyil biasing cheyanam. നമുക്ക് ട്രാൻസിസ്റ്ററിൽ ബയസിംഗ് ചെയ്യാൻ പറ്റുന്നത് ഫോർവേഡ് ബയസിംഗും റിവേഴ്സ് ബയസിംഗും ആണ് നമ്മൾ ജംഗ്ഷൻസിനെ ചെയ്യുന്നത്. ഹിയർ വി ആർ യൂസിങ് അവർ ട്രാൻസിസ്റ്റർ ആസ് ആൻ ആംപ്ലിഫയർ. ഇവിടെ നമ്മൾ ആംപ്ലിഫയർ ആയിട്ടാണ് നമ്മളുടെ ട്രാൻസിസ്റ്ററിനെ യൂസ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നമ്മളുടെ ട്രാൻസിസ്റ്ററിന്റെ ജംഗ്ഷൻസ്, നമുക്ക് ട്രാൻസിസ്റ്ററിന് രണ്ട് ജംഗ്ഷൻസ് ആണുള്ളത്, എമിറ്റർ ബേസ് ജംഗ്ഷനും കളക്ടർ ബേസ് ജംഗ്ഷനും. ഹിയർ യു ക്യാൻ സി ദിസ് ഈസ് ദ എമിറ്റർ ബേസ് ജംഗ്ഷൻ ആൻഡ് ദിസ് ഈസ് ദി കളക്ടർ ബേസ് ജംഗ്ഷൻ. ഓക്കെ, ഈ രണ്ട് ജംഗ്ഷൻസ് ആണ് നമുക്ക് biasing cheyandadu. In order to work the transistor as amplifier, we need to bias the emitter base junction forward bias. That is, we have to forward bias the emitter base junction and we have to reverse bias the collector base junction. Okay, appo emitter base junction forward bias cheyanam, collector base junction reverse bias cheyanam. ഇതാണ് നമുക്ക് നമ്മളുടെ ട്രാൻസിസ്റ്റർ ആംപ്ലിഫയർ ആയിട്ട് വർക്ക് ചെയ്യണമെങ്കിൽ ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ ചെയ്തിട്ടുണ്ട്, വി ആർ യൂസിങ് ടു ഡി സി സോഴ്സസ്, VBB VCC എന്ന് പറഞ്ഞിട്ടുള്ള രണ്ട് ഡി സി സോഴ്സ് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ഈ പറഞ്ഞിട്ടുള്ള ബയസിംഗ് നടത്തുന്നത്. നമ്മളിവിടെ യൂസ് ചെയ്യുന്ന ട്രാൻസിസ്റ്റർ എന്ന് പറഞ്ഞാൽ NPN ട്രാൻസിസ്റ്റർ ആണ്. ഹിയർ യു ക്യാൻ സീ ദ ഡയറക്ഷൻ ഓഫ് ഫ്ലോ ഓഫ് കറണ്ട് ഇൻ എമിറ്റർ. സോ ദിസ് ഈസ് എൻ NPN ട്രാൻസിസ്റ്റർ. NPN ട്രാൻസിസ്റ്റർ ആണ്. സോ NPN, our base is P region and emitter is N region. അതുകൊണ്ട് തന്നെ ഫോർവേഡ് ബയസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ബേസ് ഷുഡ് ബി കണക്റ്റഡ് ടു പോസിറ്റീവ് ടെർമിനൽ ആൻഡ് എമിറ്റർ വിൽ ബി കണക്റ്റഡ് ടു നെഗറ്റീവ് ടെർമിനൽ. അതാണ് നമ്മൾ VBB യിൽ ചെയ്തിട്ടുള്ളത്. സോ യൂസിങ് VBB we are forward biasing the junctions, forward biasing the emitter base junction. Okay, now our collector terminal is N region, NPN transistor. So this is N region. So collector will be connected to the positive terminal in order to reverse bias. നമുക്ക് കളക്ടർ ബേസ് ജംഗ്ഷൻ എന്താ ചെയ്യേണ്ടത്? റിവേഴ്സ് ബയസ് ആണ് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ കളക്ടർ റീജിയൻ പോസിറ്റീവ് ടെർമിനൽ ആയിട്ടാണ് കണക്ട് ചെയ്യുക. N റീജിയൻ പോസിറ്റീവ് ടെർമിനൽ ആയിട്ട് കണക്ട് ചെയ്യും റിവേഴ്സ് ബയസ് ചെയ്യാൻ. So we are using VCC for reverse biasing the collector base junction. അപ്പോൾ ഈ ഒരു വോൾട്ടേജ് യൂസ് ചെയ്തിട്ട് കളക്ടർ ബേസ് ജംഗ്ഷൻ എന്ത് ചെയ്യും? റിവേഴ്സ് ബയസിങ് ചെയ്യും. ഓക്കെ, ഇനി ഇവിടെ കാണിച്ചിട്ടുള്ളത് VBE എന്ന് പറയുന്നത് വോൾട്ടേജ് ബിറ്റ്വീൻ ബേസ് ആൻഡ് എമിറ്റർ. VCE എന്ന് പറയുന്നത് വോൾട്ടേജ് ബിറ്റ്വീൻ കളക്ടർ ആൻഡ് എമിറ്റർ. ഈ VBEയും VBBയും സിമിലർ അല്ല. ഓക്കെ, അതേപോലെ തന്നെ VCEയും VCCയും സിമിലർ വോൾട്ടേജസ് അല്ല. ഓക്കെ, അപ്പോൾ അതിൻ്റെ ഇടയിൽ നമുക്ക് ഇവിടെ ഒരു RB റെസിസ്റ്റൻസ് വരുന്നുണ്ട്, ഒരു RC റെസിസ്റ്റൻസ് വരുന്നുണ്ട്. സോ ദിസ് ഈസ് ദി ബേസ് റെസിസ്റ്റൻസ് ആൻഡ് ദിസ് ഈസ് ദി കളക്ടർ റെസിസ്റ്റൻസ്, RB ആൻഡ് RC. നൗ ദ ഡയറക്ഷൻ ഓഫ് ഫ്ലോ ഓഫ് കറണ്ട്, IBയുടെ ഡയറക്ഷൻ എന്ന് പറയുന്നത് ഇൻടു ദി ട്രാൻസിസ്റ്റർ, ICയുടെ ഡയറക്ഷൻ എന്ന് പറയുന്നത് ഇൻടു ദ ട്രാൻസിസ്റ്റർ, ആൻഡ് അഗെയിൻ IEയുടെ ഡയറക്ഷൻ എന്ന് പറയുന്നത് ഫ്രം ദി ട്രാൻസിസ്റ്റർ ഔട്ട്വേർഡ്സ്. നമുക്കറിയാം ട്രാൻസിസ്റ്ററിന്റെ കറണ്ട് ഇക്വേഷൻ എന്ന് പറയുന്നത് IE is equal to IC plus IB ആണ്. ഓക്കെ, സോ എമിറ്റർ the sum of emitter current will be equal to this the emitter current will be equal to the sum of collector current and base current. Okay, so ഇനി നമ്മൾ യൂസ് ചെയ്യുന്നത് ഈ ഒരു സർക്യൂട്ടിൽ യൂസ് ചെയ്യുന്ന രണ്ട് കപ്ലിംഗ് കപ്പാസിറ്റേഴ്സ് ആണ്. ഓക്കെ,
CC1 and CC2. Capacitor property namakariam. Capacitor blocks DC and it only allows AC. AC matre allow cheyullu capacitors. So nammal ivide ee oru capacitor lekana nammalde input source VS connect cheyyunnathu. Okay? So ee oru VS connect cheyyunnathu nammalde ee capacitor lekana. Angane cheyyunnathu endina vechale ee nammalde voltage source il ninnu varuna DC effects ine block cheyyanana nammal ee oru CC1 എന്ന് പറഞ്ഞിട്ടുള്ള കപ്പാസിറ്റർ യൂസ് ചെയ്യുന്നത്. ഓക്കെ, അതേപോലെ തന്നെ കളക്ടറിൽ നിന്നാണ് നമ്മൾ ഔട്ട്പുട്ട് എടുക്കുന്നത്. ദിസ് ഔട്ട്പുട്ട് ഈസ് ടേക്കൺ ത്രൂ എ കപ്പാസിറ്റർ CC2 കപ്ലിംഗ് കപ്പാസിറ്റർ. അതെന്തിനാന്ന് വെച്ചാൽ നമ്മളുടെ ഔട്ട്പുട്ടിൽ വരുന്ന DC കമ്പോണൻസിനെ കളക്ടറിൽ വരുന്ന DC കമ്പോണൻസിനെ ഔട്ട്പുട്ടിലേക്ക് പാസ് ചെയ്യാതെ ബ്ലോക്ക് ചെയ്യാനാണ് നമ്മൾ ഈ CC2യിലൂടെ കപ്ലിംഗ് ചെയ്യുന്നത്. So, capacitor use ചെയ്തിട്ട് coupling ചെയ്യുന്നതുകൊണ്ടാണ് നമ്മൾ ഇതിനെ RC coupled amplifier എന്ന് പറയുന്നത്. So, RC coupled amplifier എന്ന് പറയാനുള്ള reason അതാണ്. Okay. Okay. ഇനി നമ്മൾ ഇങ്ങനെയല്ല ആക്ച്വലി നമ്മളൊരു സർക്യൂട്ടിൽ നമ്മളുടെ കോമൺ എമിറ്റർ ആംപ്ലിഫയറിനെ ഡിസൈൻ ചെയ്യുന്നത്. സോ കോമൺ എമിറ്ററിനെ ആംപ്ലിഫയർ ഡിസൈൻ ചെയ്യുന്നത് നമ്മൾ വേറെ ഒരു ടെക്നിക്ക് യൂസ് ചെയ്തിട്ടാണ്. സോ ഇവിടെ നിങ്ങൾക്ക് കാണാം വി ഹാവ് കണക്റ്റഡ് ദി ട്രാൻസിസ്റ്റർ. നമ്മളിവിടെ ട്രാൻസിസ്റ്ററിനെ കണക്ട് ചെയ്തിട്ടുള്ളത് എങ്ങനെയാണ്? നമ്മളിവിടെ ബയാസിങ് ചെയ്യാൻ ഉപയോഗിച്ചിട്ടുള്ള വോൾട്ടേജ് എന്ന് പറയുന്നത് VCC ആണ്. ഓക്കെ, VCC എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സിംഗിൾ വോൾട്ടേജ് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ട്രാൻസിസ്റ്ററിനെ ബയാസിങ് ചെയ്യുന്നത്. ആൻഡ് ദിസ് യൂസസ് എ വോൾട്ടേജ് ഡിവൈഡർ സർക്യൂട്ട്. R1 R2 എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വോൾട്ടേജ് ഡിവൈഡർ സർക്യൂട്ട് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ എമിറ്റർ ബേസ് ജംഗ്ഷനെയും കളക്ടർ ബേസ് ജംഗ്ഷനെയും ബയാസിങ് ചെയ്തിട്ടുള്ളത്. എന്താണ് വോൾട്ടേജ് ഡിവൈഡർ സർക്യൂട്ട് എന്നുള്ളത് നമ്മൾ നെക്സ്റ്റ് സെഷനുകളിൽ ഡിസ്കസ് ചെയ്യും. ഓക്കെ, സോ അപ്പോൾ നിങ്ങളൊന്ന് ഓർത്ത് വെക്കുക, നമ്മൾ ആക്ച്വൽ സർക്യൂട്ടിൽ നമ്മൾ ഇങ്ങനെയാണ് നമ്മളുടെ ട്രാൻസിസ്റ്ററിനെ ബയാസിങ് ചെയ്യുന്നത്. ഓക്കെ, സോ ദിസ് VCC, R1 R2 and RC are used for biasing the transistor. ഓക്കെ, നൗ നമ്മളുടെ പ്രീവിയസ് സർക്യൂട്ടിലുള്ള പോലെ തന്നെ നമ്മൾ VS എന്ന് പറയുന്ന സോഴ്സ് കണക്ട് ചെയ്തിട്ടുള്ള കപ്ലിംഗ് കപ്പാസിറ്റർ CC1ലേക്കാണ്. ഓക്കെ, നൗ ദി VS ഈസ് കണക്റ്റഡ് ടു ദ ബേസ് ഓഫ് ദ ട്രാൻസിസ്റ്റർ ആൻഡ് അഗെയിൻ ദിസ് ഔട്ട്പുട്ട് ഈസ് ടേക്കൺ ഫ്രം ദി കളക്ടർ. ഇവിടെ നിങ്ങൾക്ക് കളക്ടർ എന്നാണ് എടുത്തിട്ടുള്ളത്. അതേപോലെ തന്നെ വി ആർ ടേക്കിംഗ് ദ ഔട്ട്പുട്ട് ഫ്രം ദി കളക്ടർ. ഓക്കെ, ബാക്കിയെല്ലാം സെയിം തന്നെ. സോ ദ ആക്ച്വൽ സർക്യൂട്ട് എന്ന് പറയുന്നത് ഇങ്ങനെയാണ് വരുന്നത്. ഇനി നമ്മൾ ഇതിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മുടെ ട്രാൻസിസ്റ്റർ എപ്പോഴാണ് ആംപ്ലിഫയർ ആയിട്ട് വർക്ക് ചെയ്യുന്നത്? വെൻ ഇറ്റ് ഈസ് ഇൻ ആക്റ്റീവ് മോഡ്. ആക്റ്റീവ് മോഡിൽ വർക്ക് ചെയ്യുമ്പോൾ മാത്രമാണ് നമ്മളുടെ ട്രാൻസിസ്റ്റർ ആംപ്ലിഫയർ ആയിട്ട് വർക്ക് ചെയ്യുന്നുള്ളൂ. ഓക്കെ, ആക്റ്റീവ് മോഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ the emitter base junction is forward biased and the collector base junction is reverse biased. So ഈ points നമ്മൾ നോട്ട് ചെയ്യണം. The transistor only acts as amplifier when it is in active mode, and again when it is in active mode the emitter base junction is forward biased and the collector base junction is reverse biased. Okay, now the configuration common emitter is the widely used configuration. നമ്മളുടെ ആംപ്ലിഫയർ കോൺഫിഗറേഷനിൽ കോമൺ എമിറ്റർ കോൺഫിഗറേഷൻ ആണ് വൈഡ്ലി യൂസ്ഡ് കോൺഫിഗറേഷൻ ബിക്കോസ് ഓഫ് ഇറ്റ്സ് ഹൈ വോൾട്ടേജ് ഗെയിൻ. ഈ ഒരു സർക്യൂട്ടിന്റെ ഹൈ വോൾട്ടേജ് ഗെയിൻ കാരണം നമ്മൾ കോമൺലി വൈഡ്ലി യൂസ് ചെയ്യുന്നത് നമ്മളുടെ കോമൺ എമിറ്റർ കോൺഫിഗറേഷൻ ആണ്. നമുക്ക് വോൾട്ടേജ് ഗെയിൻ ആണ് വേണ്ടത്. ഓക്കെ, ആംപ്ലിഫയറിന്റെ ഫംഗ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻപുട്ട് വോൾട്ടേജിനെ ആംപ്ലിഫൈ ചെയ്യുക എന്നുള്ളതാണ്. ഓക്കെ, സോ ഈ ഒരു ആംപ്ലിഫിക്കേഷൻ പ്രോസസ്സിൽ നമുക്ക് ഏറ്റവും ആവശ്യം വോൾട്ടേജ് ഗെയിൻ ആണ്. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ കോമൺ എമിറ്റർ കോൺഫിഗറേഷൻ വൈഡ്ലി യൂസ്ഡ് കോൺഫിഗറേഷൻ ആയത്. ഇനി ഇതിന്റെ വർക്കിംഗ് പറയുകയാണെന്നുണ്ടെങ്കിൽ, സോ ലെറ്റ്സ് ഗോ ടു ദ വർക്കിംഗ് ഓഫ് ദിസ് കോമൺ എമിറ്റർ RC coupled amplifier. ഓക്കെ, വർക്കിംഗ് പറയുകയാണെങ്കിൽ നമ്മൾ ഓൾറെഡി ഇതിന്റെ സർക്യൂട്ട് ഡിസ്കസ് ചെയ്തു. ഇനി വർക്കിംഗിലേക്കാണ് നമ്മൾ വരുന്നത്. ഓക്കെ, now in common emitter amplifier the input is applied between the base and collector. Okay, common emitter amplifier le input apply ചെയ്യുന്നത് in between base and collector എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് സർക്യൂട്ട് നോക്കി കഴിഞ്ഞാൽ മനസ്സിലാവും. this input VS is applied between base and emitter, right? Sorry, base and emitter. This is a mistake. Okay, so I will change it.
base and emitter. It's emitter, okay. Base and okay. So the input is applied between base and emitter. Clear? Now, what is this? Output is taken from the collector terminal and the common emitter terminal. Now the output is taken. We output from the collector and the common terminal emitter. Emitter common terminal collector output. Okay. So ivideyum collector common emitter terminal output. Okay. So that is it. Then in the first figure, the DC source VBB and VCC are used to bias the junctions of the transistor. We already discussed it. First figure VBB and VCC are used to bias the junctions of the transistor. We already discussed it. Okay. Now in the second figure, we are using a voltage divider biasing technique to bias the junctions. Now second figure we use voltage divider biasing technique. നിങ്ങൾക്ക് ഏത് figure ആണോ comfortable examine നിങ്ങൾക്ക് ആ figure വരക്കാം. Okay, ഈ figure ആണ് comfortable എങ്കിൽ ഈ figure വരക്കാം. ഇതാണ് comfortable എങ്കിൽ ഈ figure വരക്കാം. ഒരു figure വരച്ചാൽ മതിയാവും. Okay. Then the input is applied. So the input Vs is applied. So input എന്ന് പറയുന്നത് നമ്മുടെ Vs ആണ്. നമ്മൾ already mention ചെയ്തിട്ടുണ്ട്. Then go to so the input is applied to the base of the transistor through capacitor CC1. നമ്മൾ already പറഞ്ഞു CC1 ലൂടെയാണ് നമ്മൾ input apply ചെയ്യുന്നത് to block any DC effect. Okay. So inputൽ നിന്നും വരുന്ന എന്തെങ്കിലും DC effects നെ ട്രാൻസിസ്റ്ററിന്റെ ബേസിലേക്ക് എത്താതെ ബ്ലോക്ക് ചെയ്യലാണ് coupling capacitor CC1 ന്റെ function എന്ന് പറയുന്നത്. Okay. Now coupling capacitor removes DC components obviously. Okay. Now the output is taken through the capacitor CC2. The effect of DC at the output will be removed. Okay. അതായത് നമ്മളുടെ ആംപ്ലിഫൈ ചെയ്ത സിഗ്നൽസിൽ ഉള്ള DC എഫക്റ്റിനെ ഔട്ട്പുട്ടിലേക്ക് എത്താതെ റിമൂവ് ചെയ്യലാണ് അല്ലെങ്കിൽ ബ്ലോക്ക് ചെയ്യലാണ് നമ്മുടെ കപ്പാസിറ്റർ CC2 യുടെ ഫംഗ്ഷൻ. Okay. Now after biasing the transistor, input signal is applied. നമ്മൾ transistor biasing ചെയ്തു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും? Input signal apply ചെയ്യും. So input signal apply ചെയ്യുമ്പോൾ നമുക്ക് obviously അറിയാം നമ്മുടെ input signal എന്ന് പറയുന്നത് എന്താണ്? ഇപ്പോൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ input signal എന്ന് പറയുന്നത് ഒരു AC signal ആണ്. So obviously there is fluctuations. അല്ലേ? Voltage variation വരുന്നുണ്ട്. Voltage is increasing from 0 to a maximum value, then again decreasing to 0. Then again increasing in the negative direction, then again decreasing to 0. Clear? So there is voltage variation. Appo ee oru fluctuation endu cheyum? This fluctuation this variation in input voltage fluctuates the base current. Karanam base current provide cheyyunnathu nammade input voltage aanu. Okay. So ee oru input voltage il undavunna variation ennu parayunnathu base current il fluctuations undagum. So ഈ base current fluctuation ഉണ്ടാകുമ്പോൾ that will be reflected in the collector current. Base current fluctuation എന്താവും? Collector current reflect ചെയ്യും. Okay. So നമുക്ക് കിട്ടുന്ന final output എന്ന് പറയുന്ന output will be the enlarged version of the input having the same frequency but 180-degree phase shift. ഇത് നോട്ട് ചെയ്യേണ്ട ഒരു പോയിന്റ് ആണ്. So we will get a enlarged version of input. Input in the amplitude koravaayirunnu. Here the output have maximum amplitude but 180-degree phase shift. Same frequency aanu but 180-degree phase shift. appo nammal ettavum koodal note cheyanda oru karyana common emitter amplifier le output ennu parayunnathu enlarged version of input aayirikkum but with 180-degree phase shift. ini nammal ee phase shift inulla reason aanu parayan povunnu. Okay. Phase shift inulla reason. So reason for 180-degree phase shift. നമ്മളുടെ ഔട്ട്പുട്ട് വോൾട്ടേജ് എന്ന് പറയുന്നത് നമ്മളുടെ ഈ ഒരു കോമൺ എമിറ്റർ ആംപ്ലിഫയറിന്റെ ഔട്ട്പുട്ട് വോൾട്ടേജ് എന്ന് പറയുന്നത് V0 and that can be written as V0 is equal to VCE. നമുക്ക് V0 എന്ന് പറയുന്നത് VCE ആയിട്ട് എഴുതാം. Okay, here you can see
V0 എന്ന് പറയുന്നത് V0 can be written as VCE. This is VCE. Okay, so this voltage, it can be written as VCE. Okay, VCE. So this is VCE. Okay, so V0 is equal to VCE, and that can be written as VCC minus ICRC. IC is the current flowing through RC resistor. RC lode pass ചെയ്യുന്ന current ആണ് IC എന്ന് പറയുന്നത്. So we can write VCE equal to VCC minus ICRC. That is VCE equal to VCC minus ICRC. Okay, now VCE എന്ന് പറയുന്നത് തന്നെയാണ് നമ്മളുടെ ഔട്ട്പുട്ട് വോൾട്ടേജ് എന്ന് പറയുന്നത്. So we can write the equation for output voltage like this. Okay, അതാണ് ഞാൻ ഇവിടെ എഴുതിയിട്ടുള്ളത്. നമ്മളുടെ ഔട്ട്പുട്ട് വോൾട്ടേജ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഇവിടെ എഴുതിയിട്ടുള്ളത് അതാണ്. You can see this V0 is equal to VCC minus ICRC. ഇനി നമ്മൾ ഇവിടെ ചെയ്യുന്നത് എന്താണ്? നമ്മൾ when we increase the output voltage, നമ്മളുടെ ഈ ഒരു ഗ്രാഫ് നോക്കി കഴിഞ്ഞാൽ അറിയാം, when the input voltage is increase ചെയ്യുന്ന ടൈമിൽ എന്താ സംഭവിക്കുക? When the input voltage is increase, IB increases. Okay, when the input voltage increases, base current IB increases. IB increase ചെയ്ത് കഴിഞ്ഞാൽ നമുക്കറിയാം നമ്മളുടെ current gain, common emitter configurationന്റെ current gain എന്ന് പറയുന്നത് ബീറ്റ, that is equal to IC by IB ആണ്. നമുക്ക് അറിയാവുന്ന ഒരു സംഭവമാണിത്. ബീറ്റ എന്ന് പറയുന്നത് IC by IB. So we can write IC equal to beta IB എന്ന് എഴുതാം. So when IB increases, IC also increases, right? So when IB increases, IC also increases. ഇനി IC increase ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുക? When IC increases, ഇവിടെ ഈ ഒരു കമ്പോണന്റ് IC കൂടുക means ഈ ഒരു entire component കൂടുകയാണ് ചെയ്യുന്നത്. So this ICRC, right? So drop across RC resistor, that is our ICRC എന്ന് പറയുന്ന component എന്ത് ചെയ്യും? Increase ചെയ്യും. Okay, so when IC increases, drop across RC increases. So drop കൂടിക്കഴിഞ്ഞാൽ, ഈ ഒരു component കൂടിക്കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? VCC എന്ന് പറയുന്നത് നമ്മളുടെ constant biasing voltage ആണ്. ഇത് constant voltage ആണ്. So ഈ കമ്പോണന്റ് കൂടിക്കഴിഞ്ഞാൽ കോൺസ്റ്റന്റിൽ നിന്നും കുറയുന്ന കമ്പോണന്റ്, മൈനസ് ചെയ്യുന്ന കമ്പോണന്റ് ഇൻക്രീസ് ചെയ്യാണ് ചെയ്യുന്നത്. അതുകൊണ്ട് നമ്മളുടെ ഔട്ട്പുട്ട് വോൾട്ടേജ് എന്താവും? ഔട്ട്പുട്ട് വോൾട്ടേജ് ഡിക്രീസസ്, റൈറ്റ്? ഇതാണ് സംഭവിക്കുന്നത് ആക്ച്വലി. ഇനി നേരെ തിരിച്ചാണെങ്കിലോ, when input voltage decreases, ഇൻപുട്ട് ഡിക്രീസ് ആവുകയാണെന്നുണ്ടെങ്കിൽ ഇൻപുട്ട് വോൾട്ടേജ് ഡിക്രീസസ്, VS ഡിക്രീസസ്, എന്ത് സംഭവിക്കും? IB ഡിക്രീസസ്. IB ഡിക്രീസ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? ഒബ്വിയസ്ലി IC ഡിക്രീസസ്. IC ഡിക്രീസ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? IC decrease ചെയ്ത് കഴിഞ്ഞാൽ ICRC decreases. ICRC decrease ചെയ്യുക means, okay, ICRC decrease ചെയ്യുക means VCC യിൽ നിന്നും മൈനസ് ചെയ്യുന്ന കമ്പോണന്റ് കുറയുക, means എന്ത് സംഭവിക്കുക? ഔട്ട്പുട്ട് വോൾട്ടേജ് increases. Okay, ഇതാണ് സംഭവിക്കുന്നത്. അപ്പോൾ when input voltage decreases, output voltage increases. So this is the reason for 180 degree phase shift. ഇതാണ് 180 degree phase shiftനുള്ള റീസൺ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് ഈ ഒരു കോമൺ എമിറ്റർ ആംപ്ലിഫയറിന്റെ ഫ്രീക്വൻസി റെസ്പോൺസ് ആണ്. സോ കോമൺ എമിറ്റർ ആംപ്ലിഫയറിന്റെ ഫ്രീക്വൻസി റെസ്പോൺസ് എന്ന് പറയുന്നത് നമ്മൾ എക്സ് ആക്സിസിൽ ഫ്രീക്വൻസിയും വൈ ആക്സിസിൽ വോൾട്ടേജ് ഗെയിനും ആണ് റെപ്രസെന്റ് ചെയ്യുന്നത്. ദെൻ ദ ഫ്രീക്വൻസി റെസ്പോൺസ് വിൽ ബി ലൈക്ക് ദിസ്. ഇതൊന്ന് നിങ്ങൾ നോട്ട് ചെയ്യാം. നമ്മുടെ ഫ്രീക്വൻസി റെസ്പോൺസ് എന്ന് പറയുന്നത് ഇങ്ങനെയായിരിക്കും. സോ at lower frequencies means frequencies below 50 hertz. So frequency below 50 hertz we will be having a drop in the voltage gain. ഇത് represent ചെയ്യുന്ന voltage gain ആണ്, y axis voltage gain ആണ്. So 50 hertz ന് താഴെ നമുക്ക് voltage gain drop ആയിരിക്കും, കുറവായിരിക്കും. Then in the range between 50 to 20 kilohertz, ഈ ഒരു റേഞ്ചിൽ നമുക്ക് സ്റ്റഡി വോൾട്ടേജ് ഗെയിൻ ആയിരിക്കും. ദെൻ അഗെയിൻ ഫ്രീക്വൻസി എബോവ് 20 kHz എന്ന് പറയുന്നത് നമുക്ക് നമ്മളുടെ ഗെയിൻ ഡ്രോപ്പ് ആയിരിക്കും. സോ വോൾട്ടേജ് ഗെയിൻ ഡ്രോപ്സ് ബിലോ 50 Hz. ലോ ഫ്രീക്വൻസീസിൽ നമുക്ക് വോൾട്ടേജ് ഗെയിൻ വളരെ കുറവായിരിക്കും. ബട്ട് ഇറ്റ് വിൽ ഹാവ് എ യൂണിഫോം വോൾട്ടേജ് ഗെയിൻ ഓവർ ദ മിഡ് ഫ്രീക്വൻസീസ് 50 Hz to 20 kHz. Mid frequencies നമുക്ക് യൂണിഫോം ഗെയിൻ ആണ് കിട്ടുന്നത്. Okay, you can see that. Now the voltage gain again drops over
20 kilohertz. ഇപ്പോൾ 20 kilohertzൽ കൂടുതൽ വരുമ്പോൾ വോൾട്ടേജ് ഗെയിൻ എന്താവും? ഡ്രോപ്പ് ആവും. അപ്പോൾ ഇത്രയാണ് നമുക്ക് ഫ്രീക്വൻസി റെസ്പോൺസിൽ പറയാനുള്ളത്. അപ്പോൾ നമുക്ക് ഒന്നുകൂടി ഒന്ന് ഡിസ്കസ് ചെയ്യാം. വാട്ട് ഈസ് RC coupled amplifier? RC coupled amplifier എന്ന് പറയുന്നത് നമ്മൾ ഇൻപുട്ട് സിഗ്നലിനെ നമ്മളുടെ ട്രാൻസിസ്റ്ററിന്റെ ബേസിലേക്ക് കപ്പാസിറ്റർ യൂസ് ചെയ്ത് കപ്പിൾ ചെയ്യുന്നതുകൊണ്ടാണ് അതിനെ RC coupled കപ്പാസിറ്റർ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ നമ്മൾ ഈ കപ്ലിങ്ങിന് വേണ്ടി കപ്പാസിറ്റർ റെസിസ്റ്റർ യൂസ് ചെയ്യുന്നതുകൊണ്ടാണ് RC coupled കപ്പാസിറ്റർ എന്ന് പറയുന്നത്. ഓക്കെ, സോ ഇത് നമുക്ക് രണ്ട് രീതിയിൽ ഇതിന്റെ ഫിഗർ വരക്കാം. നമുക്ക് അണ്ടർസ്റ്റാൻഡബിലിറ്റിക്ക് വേണ്ടിയിട്ട് ഈ രീതിയിൽ വരക്കാം. അതേപോലെ നമുക്ക് നമ്മളുടെ ആക്ച്വൽ സർക്യൂട്ടിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ഫിഗർ എന്ന് പറയുന്നത് ഇതാണ്. ഓക്കെ, നൗ വെൻ ദ ട്രാൻസിസ്റ്റർ ആക്ട് ആസ് ആംപ്ലിഫയർ, ട്രാൻസിസ്റ്റർ എപ്പോഴാണ് ആംപ്ലിഫയർ ആയിട്ട് ആക്ട് ചെയ്യുന്നത്? വെൻ ഇറ്റ് ഈസ് ഇൻ ആക്റ്റീവ് മോഡ്. ആക്റ്റീവ് മോഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ എമിറ്റർ ബേസ് ജംഗ്ഷൻ ഈസ് ഫോർവേഡ് ബയസ്ഡ്. സോ ആക്റ്റീവ് മോഡ് മീൻസ് എമിറ്റർ ബേസ് ജംഗ്ഷൻ ഈസ് forward biased and collector base junction is reverse biased. Okay, നമ്മളത് നോട്ട് ചെയ്യണം. അതേപോലെ നമുക്ക് ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ this is the widely used configuration. Common emitter configuration is the widely used configuration. Then working എന്ന് പറയുമ്പോൾ നമുക്ക് പറയാം okay, so ഇത്രയാണ് നമുക്ക് ഈ ഒരു കോമൺ എമിറ്റർ ആംപ്ലിഫയർ പറയാനുള്ളത്. ഈ ഒരു സെക്ഷൻ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഓക്കെ, സോ ഇഫ് യു ഹാവ് എനി ഡൗട്ട്സ് കമൻറ്റ് ചെയ്യുക. ഓക്കെ, നിങ്ങൾക്ക് ഈ വീഡിയോ ഹെൽപ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ വീഡിയോ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബാക്കിയുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. ഓക്കെ, താങ്ക് യു.